ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു യൂണിഫോം ടോപ്പിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. നമുക്കിനി തുണി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. ഇത് തുണിയുടെ വീതി വശമാണ്, ഇത് നീളവശം. നമ്മൾ ആദ്യമേ തുണി ഇതുപോലെ വീതി വശത്തേക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ താഴെ വരെയും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. കറക്റ്റ് രണ്ടായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. അങ്ങ് താഴെ വരെയും രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. അതിനുശേഷം ഈ തുണിയെ നമ്മൾ നീളവശത്തേക്ക് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ സാധാരണ ചുരിദാറൊക്കെ കട്ട് ചെയ്യാനായിട്ട് തുണി മടക്കി ഇടുന്നത് പോലെ തന്നെ. എൻ്റെ നേർക്ക് ഫോൾഡ് വശമാണ് 2 പീസ് വരും. ഫോൾഡ് വശം ഇവിടെ ഓപ്പോസിറ്റ് വശത്ത് 4 പീസാണ് വരുന്നത്. ഇവിടെയും ഫോൾഡ് വശമാണ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണം. അളവുകൾ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് ആണ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ടേപ്പ് മടക്ക് വശത്ത് നിന്ന് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ എനിക്ക് 39 ഇഞ്ചാണ് ലെങ്ത് വേണ്ടുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 40.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. താഴെ വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ചും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും, അതാണ് നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടറ്റത്ത് നമ്മൾ 40.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ യോജിപ്പിച്ചൊരു ലൈൻ വരച്ചെടുക്കുവാണ്. ഇത്രയാണ് ലെങ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ബാലൻസ് വരുന്ന പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈനിൽ കട്ട് ചെയ്ത് മാറ്റുവാണ്. നാൽപ്പതര ഇഞ്ച് ലൈൻ വരച്ചല്ലോ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം, അതിൻ്റെ ബാലൻസ് പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ മടക്ക് വശത്ത് നിന്നും ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിവിടെ ഷോൾഡർ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് അവിടെ നിന്നും ആം ഹോളിൻ്റെ ലെങ്തും 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടുത്തെ വീതി തന്നെ 6 ഇഞ്ച് ഒന്നുകൂടെ കറക്റ്റ് ലെവലായിട്ട് അവിടെ വരയ്ക്കാൻ വേണ്ടി 6 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്തു. ഇനി ആ പോയിന്റുകൾ ചേർത്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുക്കുവാണ്. പിന്നീട് നമ്മൾ നീക്കി അങ്ങോട്ടും ഒരു 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെയും നമ്മൾ ആ ലൈൻ നീട്ടിയൊന്ന് എൽ ഷേപ്പിൽ നമ്മളിപ്പോൾ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രയാണോ ചെസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ലൈൻ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. പിന്നീട് ആം ഹോൾ കർവ് കൊടുക്കുക. ആം ഹോൾ ലെങ്തിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് ഈ 2 പോയിന്റ് വരുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആം റൗണ്ട് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനായിട്ട് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് ഒന്ന് വിട്ടതിന് ശേഷം ബാലൻസ് ഇതുപോലെ ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കുക. ഇവിടെ 12.5 ഇഞ്ചാണ് ബോഡിയിൽ നിന്നും അളന്ന് കിട്ടിയത്. അതിൻ്റെ പകുതി 6.25 ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം വേസ്റ്റ് ലെങ്തും ഹിപ്പ് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ വേസ്റ്റ് ലെങ്ത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഹിപ്പ് ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കുറയും, അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് മാർക്ക് ചെയ്യുന്നത്. പിന്നീട് അവിടെ എല്ലാം ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അവിടെ നിന്ന് ചരിച്ച് നമ്മൾ ആ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടേക്ക് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ചെസ്റ്റും വേസ്റ്റിൻ്റെ അവിടെ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനും തയ്യൽ തുമ്പിനായിട്ടുള്ള ലൈനും മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്നും വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഹിപ്പിൻ്റെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനാണിത്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഇവിടെ നമ്മളൊന്ന് കർവ് ഷേപ്പാക്കി കൊടുക്കണം. ഇവിടെ ഇതുപോലെ പിന്നീട് ആ ഹിപ്പിൻ്റെ അവിടെ നിന്നും ചരിച്ച് ഇപ്പോൾ ഇവിടെ വരെ നമ്മളെല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഹിപ്പിൻ്റെ അവിടെ നിന്നും ചരിച്ച് സ്കെയിൽ വെച്ച് ഇതുപോലെ
ചരിച്ച് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടം വരെ ഇതുപോലെ ചരിച്ചൊന്ന് ലൈൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വൈറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ചോക്ക് വെച്ച് മാർക്ക് ചെയ്താൽ പോയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണാൻ ഒക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് താഴ്വശത്ത് ഒരു 2.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മുടെ അവിടുത്തെ വീതിയുടെ പകുതി നമ്മളൊന്ന് മാർക്ക് ചെയ്തു. ആ പകുതിയിൽ നിന്നൊന്ന് കർവ് ഷേപ്പ് ആ 2.5 ഇഞ്ചിലേക്ക് ചരിച്ച് ഇതുപോലെ ഒന്ന് കർവ് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഞാനത് അടുത്തൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മളൊന്ന് ചരിച്ചൊരു കർവ് കൂട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ താഴ്വശത്തെ ആ കർവ് ഷേപ്പ് കട്ട് ചെയ്തു. പിന്നീട് ആം ഹോളിൻ്റെ അവിടെ നിന്നും കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനും ഉണ്ട്. അത് പിന്നീട് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും. അതിനുശേഷം സെൻറ്റർ ഭാഗത്തൊരു നോച്ചും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇനി ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കുവാണ്. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ആം റൗണ്ട് ഒന്ന് 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള വിട്ടതിന് ശേഷം ഒന്ന് അളന്ന് നോക്കുക. സ്ലീവ് കട്ടിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഇവിടെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള സൈഡിൽ നിന്നുമുള്ള പീസിൽ നിന്നുമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. 2 സ്ലീവിനുള്ള ക്ലോത്ത് ഉണ്ട്. കറക്റ്റ് ലെവലാക്കി ഒന്ന് ഇട്ടെടുക്കുവാണ്. സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുകളിൽ ഐ കാർഡിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്, സ്ലീവ് കട്ടിങ്ങിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് കണ്ടു നോക്കുവാണെങ്കിൽ മനസ്സിലാവുന്നതാണ്. ഇവിടെ ഞാനിപ്പം സ്ലീവിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതുപോലെ മാർക്ക് ചെയ്തൊന്ന് സ്ലീവിൻ്റെ ബോട്ടം വിഡ്ത്തും 1 ഇഞ്ച് തയ്യൽ തുമ്പും എല്ലാം മാർക്ക് ചെയ്ത് കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് സെൻറ്റർ ഭാഗത്ത് ഒരു കട്ടിങ് ഇട്ട് കൊടുത്തു. സ്ലീവ് ഒന്ന് നിവർത്തി 2 പീസും കൂടെ നിവർത്തി വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് ഒന്ന് ഉള്ളിലേക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം 2 പീസും കൂടെ ചേർത്ത് വെച്ച് കട്ട് ചെയ്തെന്ന് മനസ്സിലാകാനായിട്ട് അവിടെ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ ബോഡി പാർട്ടും സ്ലീവും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ നെക്ക് ഒരു ഫേസിങ് വെച്ചാണ് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത ഒരു പീസ് നമ്മളിവിടെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. കറക്റ്റ് ലെവലാക്കി മുകളിലൊന്ന് വരച്ചു. അതിനുശേഷം നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 2.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്ക് ലെങ്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ 2.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. ഞാനിവിടെ സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. അതിനുശേഷം മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ ചേർത്ത് അവിടെ ഒരു സ്ക്വയർ ഇങ്ങനെ വരച്ചെടുക്കുവാണ്. ഇനി ആ വരച്ചതിൻ്റെ ചുറ്റിനും നമ്മളൊരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇതുപോലെ അവിടെ നമ്മൾ ലൈൻ വരച്ചെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആ പുറമേ വരച്ച ലൈനിലൂടെ ആദ്യം കട്ട് ചെയ്തു. പിന്നീട് മുകളിൽ നമ്മൾ ലെവലാക്കിയ ഒരു ലൈൻ വരച്ചല്ലോ, അതും കട്ട് ചെയ്തു. ഇനി സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ചോക്കിൻ്റെ പാട് അപ്പുറത്തേക്കും കൂടെ മാർക്കിങ് അപ്പുറത്തേക്കും കൂടെ കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചോക്കിൻ്റെ മാർക്കിങ് അപ്പുറത്തേക്കും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടെ തെളിച്ചൊന്ന് വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ഈ പീസിൻ്റെ 3 സൈഡും ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് 3 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഈ പീസ് വെച്ച് വേണം നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശമാണ് ഇപ്പം ഇവിടെ വന്നേക്കുന്നത്. നല്ല വശം മുകളിലായിട്ട് വന്നേക്കുവാണ്. അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആ നെക്കിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളിവിടെ നെക്കിൻ്റെ ആ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിന് ചുറ്റും ഒരു 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് ഉള്ള പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ആ കോൺ ഷേപ്പിൻ്റെ അവിടെയെല്ലാം നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഈ പീസിനെ ഉള്ളിലേക്കൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ടതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ വെച്ച് ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം നെക്കിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് നീക്കി ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുക. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. നമ്മളിവിടെ ക്രോസ് പീസ് വെച്ചാണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചിൽ നിന്നും 1/4 ഇഞ്ച് കുറച്ച് 2 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. നെക്ക് ലെങ്ത് വന്നിട്ട് 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം അവിടെ ഒരു ബോക്സ് പോലെ വരച്ച് അവിടെ ഒരു റൗണ്ട് നെക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതിലൂടെ നെക്ക് കട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ക്രോസ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ക്രോസ് പീസിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലൊന്ന് ലെവലാക്കി കട്ട് ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇതുപോലെ ക്രോസ് പീസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാം വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വശവും ഒന്ന് ലെവലാക്കി കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലേക്ക് ക്രോസ് പീസിന്റെ നല്ല വശം അതുമായിട്ട് ചേർത്ത് വെക്കണം. നല്ല വശം ചേർത്ത് വെക്കണം. അതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യാത്ത വശമാണ് നമ്മൾ ക്രോസ് പീസിൻ്റെത് നെക്കിനോട് ചേർത്ത് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അവിടെയും 1/4 ഇഞ്ച് വീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കുവാണ്. ക്രോസ് പീസുമായിട്ട് നെക്കും ക്രോസ് പീസും കൂടെ ചേർത്ത് വെച്ച് 1/4 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കുക. ക്രോസ് പീസോ നെക്കോ വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ക്രോസ് പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ക്രോസ് പീസ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ക്രോസ് പീസും തയ്യൽ തുമ്പ് ഒരേ വശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ക്രോസ് പീസിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഇനി നമുക്ക് ഷോൾഡറും ജോയിന്റ് ചെയ്യണം. ഇവിടെ ഇപ്പം ക്രോസ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസിന്റെ നല്ല വശവും ഫ്രണ്ട് പീസിന്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ നമ്മൾ ഇട്ടെടുക്കുവാണ്. അതിനുശേഷം ആ ക്രോസ് പീസ് നമ്മൾ വിടർത്തി വെച്ചേക്കുവാണ്. ഇതുപോലെ വെച്ചതിന് ശേഷം ആ ക്രോസ് പീസിന്റെ ആ ജോയിന്റിന്റെ അവിടേക്ക് ഫ്രണ്ട് പീസ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ആ ക്രോസ് പീസ് ഫ്രണ്ട് പീസിന്റെ ചീത്ത വശത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അടുത്ത ഷോൾഡർ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ക്രോസ് പീസ് നമ്മുടെ ഫ്രണ്ട് പീസിന്റെ ചീത്ത വശത്തിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ചിട്ടെടുക്കുക. ഞാൻ പറയുന്നതിനെക്കാട്ടിലും നല്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടെടുക്കുക.
ഇതുപോലെ തന്നെ അടുത്ത ഷോൾഡറും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ആ ജോയിന്റിലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് 2 പീസും ഇങ്ങനെ വിടർത്തി എടുക്കുമ്പോഴത്തേക്ക് ക്രോസ് പീസ് ബാക്കിലേക്ക് പോകുന്നതാണ്. അതിനുശേഷം നമുക്കൊന്ന് ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ക്രോസ് പീസ് ഉള്ളിലേക്ക് വെച്ച് ബാക്ക് നെക്ക് നമ്മളിവിടെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. 2 സ്ലീവിൻ്റെയും എൻഡ് ഭാഗം നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ചിട്ടെടുക്കുവാണ്. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഇവിടെ നമ്മൾ 2 സ്ലീവിൻ്റെയും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡി പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലീവ്. അതിനായിട്ട് ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്ന് നിവർത്തി ഇട്ടതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ആ പോയിന്റ് കറക്റ്റായിട്ട് ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത വശത്തേക്ക് വരുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു കട്ട് ചെയ്ത വശം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലും വെച്ച് വേണം നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കറക്റ്റ് ആ സെൻറ്റർ ഭാഗവും ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത് മടക്കുണ്ടല്ലോ അവിടവും കറക്റ്റായിട്ട് ലെവലിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു വശത്തേക്ക് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെയും നമ്മൾ സ്ലീവോ ബോഡി പാർട്ടോ വലിച്ചു പിടിക്കുമൊന്നും വേണ്ട, കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഈ സ്റ്റിച്ച് ഇട്ടതിൻ്റെ മുകളിലൂടെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അടുത്ത വശത്തേക്കും കൂടി സ്റ്റിച്ചിട്ട് വരിക. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവ് നമ്മൾ സെൻറ്റർ ഭാഗത്ത് നിന്നും സ്റ്റിച്ചിട്ട് തുടങ്ങുക. പിന്നീട് ആ സ്റ്റിച്ചിട്ടതിൻ്റെ മുകളിൽ നിന്ന് അടുത്ത എൻഡ് വരെയും സ്റ്റിച്ചിട്ട് എടുക്കുക. അങ്ങനെ നമ്മളിവിടെ ഒരു സ്ലീവ് സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ചിട്ടെടുക്കണം. ഇതിനായിട്ട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് അതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ എൻഡിൽ നിന്നും കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെയും സ്റ്റിച്ചിട്ടെടുക്കാവുന്നതാണ്. എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിട്ടെടുക്കുക. അതിനുശേഷം ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ഇട്ട് പോയാൽ മതി. താഴേക്ക് വരുംതോറും തയ്യൽ തുമ്പ് കുറഞ്ഞ് നമ്മളൊരു 1/2 ഇഞ്ച് വീതിയൊക്കെ മതി. ഇതുപോലെ താഴെ വരെയും സ്റ്റിച്ച് ചെയ്ത് താഴെ എൻഡ് ഭാഗത്ത് എത്തുമ്പോൾ കെട്ടിട്ട് നിർത്തുക.
ഇതുപോലെ തന്നെ അടുത്ത സൈഡ് നമുക്ക് സ്റ്റിച്ചിട്ടെടുക്കാം. സ്ലീവിൻ്റെ എൻഡിൽ നിന്നും കെട്ടിട്ട് തുടങ്ങുക. ഞാനിവിടെ താഴ്വശത്ത് നിന്നുമാണ് സ്റ്റിച്ചിട്ട് തുടങ്ങുന്നത്. ഞാൻ അവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് താഴ്വശത്ത് നിന്നും കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്ന 1/2 ഇഞ്ച് വീതിയിലാണ് താഴ്വശത്തെല്ലാം തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നത്. ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുത്തിട്ടുള്ളത്. 2 ക്ലോത്തും ഒരേപോലെ വെച്ചതിന് ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെ നമ്മൾ 2 സൈഡും എത്രയാണ് തയ്യൽ തുമ്പെല്ലാം ഇട്ടിട്ടുള്ളത് അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശം കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഞാനിവിടെ റോൾഡ് എം ഫൂട്ട് ഉപയോഗിച്ചാണ് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. എങ്ങനെയാണ് റോൾഡ് എം ഫൂട്ട് ഉപയോഗിച്ച് നോർമൽ മെഷീനിലും അംബ്രല്ല മെഷീനിലും എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ താഴ്വശവും കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കാണിക്കാം. അങ്ങനെ നമ്മുടെ യൂണിഫോം ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് താഴ്വശം റോൾഡ് എം ഫൂട്ട് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ, ചുരിദാറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.